കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അപകട ഭീഷണിയായി വടക്കാഞ്ചേരി റെയിൽവേ പരിസരം റോഡ് ടാർ നിരങ്ങി നീങ്ങി ചാലുകളും മുഴകളും രൂപപ്പെട്ട നിലയിലാണ് റോഡ്. നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയെടുക്കാത്തതിനാൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയായ വടക്കാഞ്ചേരി റെയിൽവേ പരിസരത്താണ് മാസങ്ങളായി റോഡ് അശാസ്ത്രീയമായി കിടക്കുന്നതിനാൽ അപകടങ്ങൾ പതിവാകുന്നത്. പാർലിക്കാട് മുതൽ വടക്കാഞ്ചേരി വരെയുള്ള സംസ്ഥാന പാതയുടെ വിവിധ ഭാഗങ്ങളിൽ റോഡിൽ ടാർ നിരങ്ങി നീങ്ങിയും റോഡിരുന്നും ചാലുകളും മുഴകളും രൂപപ്പെട്ട നിലയിലാണ്. ഇതുമൂലം നിത്യവും അപകട മേഖലയായി മാറിയിരിക്കുകയാണ് ഇവിടം. മഴ കൂടി പെയ്താൽ വാഹനങ്ങൾ തെന്നി നീങ്ങിയുണ്ടാവുന്ന അപകടാവസ്ഥയും മേഖലയിലുണ്ട്. ഇരുചക്ര വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളുമാണ് ഏറെ അപകടത്തിൽപ്പെടുന്നത്. മഴക്കാലം എത്താറായതോടെ അപകട സാധ്യത വർദ്ധിച്ചതിനാൽ പൊതുമരാമത്ത് വിഷയത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാരനായ അബ്ദുൽ ഹമീദ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി തൃശ്ശൂർ റോഡിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മുതൽ പാർലിക്കാട് വരെ നിങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആ റോഡിൻ്റെ ദയനീയമായ അവസ്ഥ. കുണ്ടുകളും കുഴികളുമായി ഏത് സമയത്തും ചെറിയ വാഹനങ്ങൾ മറിഞ്ഞുവിടാവുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്തുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്തെ അധികാരികൾ വേണ്ടപൂർവ്വം ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും വൻ അപകടങ്ങളായിരിക്കും വരാനുള്ളത്. മഴക്കാലം വരികയാണ്. അതിനു മുൻപായി ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അതല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് നാഥന്മാർ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ റോഡ് കൊണ്ടുണ്ടാകാൻ പോകുന്നത്. നടുവേദനയും അതുപോലെയുള്ള അസുഖങ്ങളുമുള്ള ആളുകൾക്ക് മെഡിക്കൽ കോളേജിലേക്കൊന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത്രയും ദയനീയമാണ് ഈ റോഡ്. ഉടൻ തന്നെ ഇതിന് പരിഹാരം അധികാരികൾ കാണിക്കണം. ഇതല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നാട്ടുകാർ ഇറങ്ങുമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിക്കുവാനുള്ളത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുതൽ പാർലിക്കാട് വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഏത് സമയവും അപകടമുണ്ടാകാവുന്ന അവസ്ഥയിലാണ് റോഡ്. ഇതിനകം തന്നെ 3 ജീവനുകൾ മേഖലയിൽ പൊലിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് ഗൗരവമായി വിഷയത്തിൽ ഇടപെടണമെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ ഉപനേതാവും ഡിവിഷൻ കൗൺസിലറുമായ SA ആസാദ് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുതൽ പാർലിക്കാട് വരെ വരുന്ന 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന രീതിയിലാണ് റോഡിൻ്റെ കിടപ്പ്. ഈ ഘടന മാറ്റിയെടുക്കുന്നതിന് വേണ്ടി 2018 ഈ റോഡ് ടാർ ചെയ്യുമ്പോൾ അന്നുണ്ടായ അപാകതകളെ തുടർന്ന്, അന്നത്തെ പ്രശ്നങ്ങളെ തുടർന്ന് ആളുകൾ തന്നെ 3 ആളുകൾ മരണപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായ ഒരു പ്രദേശമാണ്. PWDയും പൊതുമരാമത്തിൻ്റെ അനാസ്ഥ കൊണ്ട് ഇവിടെ ഇനി ഒട്ടനവധി അപകടങ്ങൾ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെ ഗൗരവം മഴ വരാൻ പോവുക. മഴ വരുമ്പോൾ ഇതിൻ്റെ വഴുക്കൽ സ്ലിപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിനുള്ള ഈ കട്ടറുകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിട്ടുള്ളത്. ഏതായാലും ഈ ദുരാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരോട് പലതവണ പറഞ്ഞിട്ടും ആവശ്യപ്പെട്ടിട്ടും ഉത്തരവാദിത്വമുള്ള ഒരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ആ പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതുപോലെയുള്ള പ്രതിഷേധത്തിന് ഈ പ്രദേശത്തിലെ ജനങ്ങൾ, ഈ പ്രദേശത്തിലെ യുവാക്കൾ വളരെ ആവേശപൂർവ്വം ഇവിടുത്തെ ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല, ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ സഹകരണം കൂടി ഈ പരിപാടിക്ക് വന്നിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷയം ഒരു 10 ദിവസത്തിനുള്ളിലെങ്കിലും തീർക്കാവുന്ന രീതിയിലേക്ക് പോയില്ലെങ്കിൽ ഒരു വലിയ PWD ഓഫീസ് മാർച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നിസ്സംഗതയെ തുടർന്നുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആ സമര പോരാട്ടത്തിലേക്ക് ഞങ്ങൾ എടുത്തു ചാടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിന്റെ അശാസ്ത്രീയത മൂലം അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. 1 മാസം മുമ്പ് ഡിവിഷൻ കൗൺസിലറും പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ നിസ്സംഗത തുടരുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിർത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും കൗൺസിലറുമായ PN വൈശാഖ് പറഞ്ഞു. തൃശ്ശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പുതിയ LIC ഓഫീസിൻ്റെ മുൻവശത്ത് റോഡ് ഒരു സിക്സാഗായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. റോഡിൽ മുഴകളും കയറ്റിറക്കുമായിട്ട്
ചില ഭാഗത്ത് റോഡുകൾ ഇരുന്നിട്ടുണ്ട്, ചില ഭാഗത്ത് മുഴകളായിട്ട് അത് മാറ്റം ഉണ്ടായിട്ടുണ്ട് റോഡിന്. ഇതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, വണ്ടികൾ പോകുമ്പോൾ, വാഹനങ്ങൾ പോകുമ്പോൾ വണ്ടികൾ എടുത്തടിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ലോഡ് കയറ്റിയ വാഹനങ്ങളൊക്കെ ഈ റോഡിലൂടെ പോകുമ്പോൾ, മരം കയറ്റിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ അത് തീർച്ചയായിട്ടും ആക്സിഡൻറ്റിന് ഏറ്റവും വലിയ സാധ്യതയുണ്ട്. ഇതിപ്പോൾ വേനൽക്കാലമാണ്, മഴക്കാലം വരുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇവിടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഒരു സംശയവും വേണ്ട, ഈ മഴക്കാലത്ത് ഒട്ടനവധി ആക്സിഡൻറ്റ് ഇതുമൂലം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു മാസം മുമ്പ് ഞങ്ങൾ PWD ഉദ്യോഗസ്ഥരോട് ഇതിനെക്കുറിച്ച് ഈ സ്ഥലം കൗൺസിലറായിട്ടുള്ള നബീസയും അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രതിപക്ഷ ഉപനേതാവായിട്ടുള്ള ആസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് PWD ഉദ്യോഗസ്ഥരോട് ഇത് പങ്കുവെക്കും. പക്ഷേ PWD ഭാഗത്തുനിന്ന് ഒരു നിസ്സംഗതയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി പള്ളിയുടെ സമീപത്ത് PWDയുടെ ഒരു ഭിത്തി ഉള്ളത് പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യത്തിലും PWD നിസ്സംഗത പുലർത്തുകയാണ്. അപ്പോൾ എന്താണ് എന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളോട് തുറന്നു പറയാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറാവണം. ഈ റോഡിൻ്റെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാത്ത പക്ഷം ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ ഉപനേതാവ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതമാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക. ഡിവിഷൻ കൗൺസിലർ നബീസ നാസർ അലി, കൗൺസിലർമാരായ ബുഷ്ര റഷീദ്, സന്ധ്യ കൊടക്കാടത്ത്, നാട്ടുകാരായ ജാഫർ, ജമീർ, അനീഷ്, അഹമ്മദ്, സുലൈമാൻ, ഹുസൈൻ, അഹമ്മദ് റാഫി, അഷറഫ് എന്നിവർ പങ്കെടുത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.